മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. വിഷമതകൾ ഹായേറിടുകിൽ വിലപിക്കയെന്തിന്നുലകിൽ, വിഷമതകൾ ഹായേറിടുകിൽ വിലപിക്കയെന്തിന്നുലകിൽ, വിജയിതനാമെന്നേശുവെല്ലാ വിനകളുമകറ്റുമല്ലോ, വിജയിതനാമെന്നേശുവെല്ലാ വിനകളുമകറ്റുമല്ലോ. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള പഠനമാണല്ലോ ചൊവ്വാഴ്ചകൾ തോറും നാം മോർണിംഗ് വോയിസ് എന്ന ശുശ്രൂഷയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 336 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 42 അധ്യായത്തിൽ നിന്ന് യോസഫിനെ മാതൃകയാക്കിക്കൊണ്ട് ആത്മീയരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലായിട്ട് നാം ഓർത്തു നിർത്തിയത് ആത്മികൻ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കും എന്നുള്ളതാണ്. ജഡികനെ സംബന്ധിച്ച് അവൻ ലോകത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച്, അവൻ്റെ ജഡത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, പ്രാകൃതനും പിശാചിൻ്റെ ചിന്തകൾക്കനുസരിച്ച് അപ്പോഴുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ ആത്മികൻ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സമയം ഏതാണ് എന്ന് കാത്തിരുന്ന് പ്രവർത്തിക്കുന്നവരാണ് ആത്മികർ എന്ന് പറയുന്നത്. യോസഫിൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ സമയത്തിനായിട്ടും ദൈവിക ക്രമീകരണങ്ങൾക്കായിട്ടും കാത്തിരിക്കുന്നത് നാം കാണുന്ന വിഷയമാണ്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ആത്മീയരുടെ മറ്റൊരു ലക്ഷണമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഞാനിങ്ങനെ ക്രോഡീകരിക്കട്ടെ. ആത്മികൻ ദ്രോഹികളായ സഹോദരങ്ങളെപ്പോലും കരുതുന്നവനായിരിക്കും. അവനെ സംബന്ധിച്ച് ജഡത്തിൻ്റെ സ്വഭാവമായ പകയും പിണക്കവും ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമവും ഒക്കെ തോന്നിയെന്നു വരാം. എന്നാലും പ്രതികാരത്തിന് അവൻ മുതിരുകയില്ല. മറിച്ച് ദ്രോഹികളായ സഹോദരന്മാരെ പോലും കരുതുന്ന ജീവിതം നമുക്ക് ആത്മികരിൽ ദർശിപ്പാനായിട്ട് സാധിക്കും. 42 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 25 വാക്യത്തിൽ അത്തരത്തിൽ യോസഫ് തൻ്റെ സഹോദരന്മാരെ കരുതുന്നത് കാണുവാൻ കഴിയുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു: അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്കു വേണ്ടിയ ആഹാരം അവർക്ക് കൊടുപ്പാനും യോസഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. ഇവിടെ കാണുവാൻ കഴിയുന്നത് ഭരണാധികാരിയായ യോസഫിൻ്റെ മുൻപിൽ തന്നെ ദ്രോഹിച്ച, വിറ്റുകളഞ്ഞ, അടിമത്തത്തിലേക്ക് തള്ളിവിട്ട അതേ സഹോദരന്മാർ വന്ന് നിന്ന് ആഹാരത്തിനായി, ധാന്യത്തിനായി യാചിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കാര്യവും തുടർന്ന് മറ്റൊരു തരത്തിൽ അവർ തിരികെ പോകുമ്പോൾ അവരെ കരുതുന്ന കാര്യവുമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, യോസഫിൻ്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ പൊറുക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുകളയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ തന്നെ അനാത്മീയയിൽ നിന്നുണ്ടാകുന്ന ആത്മീയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത്, മനസ്സിലാക്കി പെരുമാറുവാൻ, ദൈവകൃപയിൽ തന്നെ നിലനിൽപ്പാനും നമുക്ക് സാധിക്കണം. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് യോസഫ് എങ്ങനെ പെരുമാറി എന്നുള്ളത് ദർശിപ്പാൻ കഴിയുന്നുണ്ട്. അവരുടെ ചാക്കിൽ, അതായത് തന്നെ ദ്രോഹിച്ച, അടിമത്വത്തിലേക്ക് വിറ്റുകളഞ്ഞ അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാൻ, അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാൻ. നോക്കുക, എത്രമാത്രം ദയയുടെ പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. അവരുടെ ചാക്കിൽ ധാന്യം നിറച്ചു കൊടുപ്പാൻ ഒരാത്മികന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവന് മാത്രമേ ഇത്തരത്തിൽ പ്രതികാര നടപടിക്ക് മുതിരാതെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. അവൻ ചെയ്യുന്ന കാര്യം അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാൻ ആജ്ഞ കൊടുക്കുകയാണ്. അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാൻ. അത് തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്: അവർക്ക് വഴിക്കു വേണ്ടി ആഹാരം കൊടുപ്പാൻ യോസഫ് കൽപ്പിച്ചു. എത്രമാത്രം വലിയ കരുതലാണ്
ഈ ദ്രോഹികളായ സഹോദരന്മാരോട് യോസഫ് ചെയ്യുന്നത്? ഇവർ തന്നെയല്ലേ പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ടത്? ഇവർ തന്നെയല്ലേ അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിയാതിരുന്നത്? ഇവരല്ലേ വളരെ പകയോടുകൂടെ ഇടപെട്ടത്? ഇവർ തന്നെയല്ലേ മിദ്യാന്യ കച്ചവടക്കാർക്ക് യോസഫിനെ അടിമയായി വിട്ടത്? യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ദുരിത പെയ്ത്തിൻ്റെ കാരണക്കാർ ഇവർ തന്നെയല്ലേ? പക്ഷേ അവർക്ക് ആഹാരവും വഴിക്ക് കൊടുത്തുവിടുന്ന നല്ലവനായ ആത്മീകനായ യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. പല കാര്യങ്ങൾക്കും വഴക്കുകൾ ഉണ്ടാക്കുന്നവർ, പല കാര്യങ്ങൾക്കും ക്ഷമിപ്പാൻ കഴിയാത്തവർ, പല കാര്യങ്ങൾക്കും പ്രതികാര നടപടികളുമായി മുൻപോട്ട് പോകുന്നവർ, ഒരു ജീവിതമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിപ്പോലും പെരുമാറുവാൻ കഴിയാത്തവർ, അവർക്ക് യോസഫിനെ ഒന്ന് നോക്കുവാൻ കഴിയേണ്ടതാണ്. ഈ സഹോദരന്മാർക്ക് വഴിക്കു വേണ്ടുന്ന ആഹാരവും കൊടുത്തുവിടുന്ന നല്ലവനായ യോസഫിനെ നമുക്ക് കാണുകയാണ്. അത് തന്നെയുമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. എന്തെല്ലാം യോസഫ് കൽപ്പിച്ചുവോ അതെല്ലാം ആ ഭൃത്യന്മാർ പാലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ തീരുമാനം നമുക്ക് എടുപ്പാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ നാളുകളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറയണം. മനുഷ്യരോട് ചെയ്ത തെറ്റുകൾക്ക് മനുഷ്യനോട് ഏറ്റുപറയണം. എന്നിട്ട് ഇനിയുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി, കർത്താവിനോട് ഹൃദ്യത പുലർത്തുന്നവരായി, സഹോദരന്മാർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുപ്പാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ഉണ്ടാകുവാൻ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ നല്ലവനായ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. മനുഷ്യൻ്റെ പാപപ്രവൃത്തികൾ, മനുഷ്യൻ്റെ ചിന്തകൾ, അവൻ്റെ പാപമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത്. നല്ലവനായ ദൈവത്തിന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കിയ ആത്മരക്ഷ സ്വന്തമാക്കുന്നെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. കർത്താവിനോട് പറയണം, അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രക്ഷിതാവും കർത്താവും ദൈവവുമായിട്ട് അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത, എൻ്റെ പാപം ഞാൻ അങ്ങയോട് സമ്മതിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എനിക്ക് നല്ലവനായി ജീവിപ്പാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ആത്മീകൻ്റെ നല്ലൊരു ലക്ഷണമാണ് എന്ന് നാം ചിന്തിച്ചത്. അവനെ സംബന്ധിച്ച് ദ്രോഹികളെ പോലും അവൻ കരുതുന്നവനാണ്. യോസഫിനെ ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. തനിക്ക് വേണ്ടി നിലകൊണ്ടവരെ, നിലകൊള്ളാത്തവരെയും സ്നേഹിക്കുന്നൊരു കർത്താവ്. ആ നിലകൊണ്ടവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ തൻ്റെ അടുക്കൽ പാപത്തിൻ്റെ ഭാരവുമായി വരുന്നവരെയും ചേർത്ത് പിടിച്ച് അവർക്ക് പാപക്ഷമ കൊടുത്ത് അവർക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്ന സ്വർഗത്തിലെ ദൈവം. നമുക്ക് ഈ കർത്താവിനെ മാതൃകയാക്കാം. ഈ യോസഫിൻ്റെ നല്ല ജീവിത അനുഭവങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുനാമം മഹത്വപ്പെടട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഗീതം പാടി